കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം, കാട്ടുതീ, ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റ്, മണ്ണിടിച്ചിലുകൾ എന്നിവ കാരണം മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ്. 2025 തുടക്കത്തിൽ തന്നെ യുഎസിനെ കത്തിക്കരിച്ച കാട്ടുതീ ഭയാനകമായ രീതിയിൽ ആളിക്കത്തിച്ച് അമേരിക്കയെ മുഴുവനായി വിഴുങ്ങി. അതിന് പിന്നാലേതാ ഒരു കൊടുങ്കാറ്റ് അയർലൻഡിനെ കുടയാൻ വന്നിരിക്കുന്നു. അയർലൻഡിൽ എയോവിൻ നാശം വിതയ്ക്കുമെന്ന മുന്നറിയിപ്പിൽ ഞെട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതേ എന്ന മുന്നറിയിപ്പ്. ബ്രിട്ടന്റെ ഏതാനും ഭാഗങ്ങളിലും വടക്കൻ അയർലൻഡിലും സ്കോട്ട്ലൻഡിലുമായി മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗം വരെ ശക്തിയുള്ള ഇയോവിൻ കൊടുങ്കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. തീരമേഖലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4.5 ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ മുന്നറിയിപ്പും നൽകിയിട്ടുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇയോവിൻ കൊടുങ്കാറ്റ് രൂപം കൊണ്ടിട്ടുള്ളത്. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള തണുത്ത വായു പ്രവാഹവും മധ്യ അറ്റ്ലാന്റിക്കിലെ ചൂടുവായു പ്രവാഹവും കൂടിക്കലർന്നാണ് ഇയോവിൻ രൂപം കൊണ്ടിട്ടുള്ളത്. അയർലൻഡിൽ 100 വർഷത്തിനിടയിലുള്ള ഏറ്റവും മാരകമായ കൊടുങ്കാറ്റാണ് ഇയോവിൻ എന്നാണ് മുന്നറിയിപ്പ്. താമസിക്കുന്ന കെട്ടിടത്തിന് തകരാറുണ്ടെങ്കിൽ മാത്രം മറ്റൊരിടത്തേക്ക് മാറാനായി പുറത്തിറങ്ങാവൂ എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. വ്യാഴാഴ്ചയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്ക് മുന്നറിയിപ്പ് വന്നത്. സ്കോട്ട്ലൻഡിൽ 22 മേഖലകളിലും വടക്കൻ അയർലൻഡിൽ 9 കൗണ്ടുകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ അയർലൻഡിൽ നിന്ന് സ്കോട്ട്ലൻഡിന്റെ മധ്യമേഖലയിലേക്കാണ് ഇയോവിൻ കൊടുങ്കാറ്റ് നീങ്ങുന്നത്. യുകെയെ വിറപ്പിക്കാൻ ഇയോവിൻ കൊടുങ്കാറ്റ് എത്തുകയാണ്. യുകെയുടെ ചില ഭാഗങ്ങളിൽ വളരെ ശക്തമായ കാറ്റിനുള്ള അപൂർവ റെഡ് അലർട്ടായ ലെവൽ 2 അലർട്ടാണ് യൂറോപ്യൻ സ്റ്റോം ഫോർകാസ്റ്റ് എക്സ്പെരിമെന്റ് പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ബ്രിസ്റ്റോൺ മുതൽ ലണ്ടൻ വരെ ഈ അപകടം നേരിടേണ്ടി വരുമെന്ന കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഇയോവിൻ കൊടുങ്കാറ്റ് വെള്ളി, ശനി ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധയിടങ്ങളിലായി വീശിയടിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വടക്കൻ അയർലൻഡ് മുഴുവനും, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങളിലും വളരെ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. 100 വർഷത്തിൽ ഒരിക്കൽ നേരിടുന്ന കൊടുങ്കാറ്റിനായി ഇയോവിൻ മാറാനുള്ള സാധ്യതകളും തള്ളുന്നില്ല. വെള്ളിയാഴ്ച മണിക്കൂറിൽ 90 മൈൽ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അയർലൻഡിലെ തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത 125 മൈൽ വരെ എത്തിയേക്കാം. കാറ്റിന്റെ വേഗത ഉയർന്നതിനാൽ ജീവൻ അങ്ങേയറ്റം അപകട സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസും മുന്നറിയിപ്പ് നൽകി. പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റം ഒരു സ്ഫോടനാത്മകമായ സൈക്ലോജനിസിസ് അഥവാ കാലാവസ്ഥാ ബോംബിന് തന്നെ കാരണമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. നോർത്തേൺ അയർലൻഡ്, നോർത്തേൺ ഇംഗ്ലണ്ട്, നോർത്തേൺ ഈസ്റ്റ് വെയിൽസ്, സൗത്ത് വെസ്റ്റ് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലാണ് കാറ്റ് കൂടുതൽ നാശം വിതയ്ക്കാൻ സാധ്യത. ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരം, തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ, വെൽഷ് തീരത്തിന്റെ ഭൂരിഭാഗം ഇടങ്ങളിലും ചില തീരദേശ പാതകളിലും കടൽ തീരങ്ങളിലും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കാറ്റിനൊപ്പം കനത്ത മഴയും മൂടൽമഞ്ഞും പല സ്ഥലങ്ങളിലും ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം. ഇതൊരു ബോംബായി വരെ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അയർലൻഡിലെ ജനങ്ങൾ.